ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് ചെയ്യുന്ന പുതിയൊരു വീട്ടിൻ്റെ വർക്ക്. ഇത് 850 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിൻ്റെ ലെവൽ ഇപ്പോൾ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞ് ബേസ്മെൻറ്റും കഴിഞ്ഞ് പിന്നെ അടുത്ത പ്ലാസ്റ്ററിങ് ലെവലിലോട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ബൗണ്ടറി വാലിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ആരും ഇപ്പോൾ ഈ 4 വരി, അതായത് നമ്മളെ ഇപ്പോൾ ഈ 4 വരി ആരും പാരപ്പെട്ട് കെട്ടാറില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ 4 വരിയാണ് വെച്ച് കെട്ടുന്നത്. അതൊക്കെ ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാരപ്പറ്റ് എപ്പോഴും 4 വരി ചെയ്യുക. പിന്നെ നമ്മുടെ ലിൻഡലിൻ്റെ മുകളിൽ എപ്പോഴും 4 വരി ഇട്ട് തന്നെ ബ്രിക്ക് കെട്ടാൻ ശ്രമിക്കുക. എന്നാലും വീട്ടിന് എപ്പോഴും ഹൈറ്റ് കിട്ടുകയുള്ളൂ. വീട്ടിൻ്റെ അപ്പോൾ ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 3 മീറ്റർ എന്നുള്ളത് 3.2 മീറ്ററിലോട്ട് മാറുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് വാൾ അതായത് മീൻസ് നമ്മുടെ ബൗണ്ടറി വാൾ എപ്പോഴും നമ്മൾ വർക്ക് എപ്പോഴും ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഉപയോഗമെന്ന് വെച്ചാൽ അപ്പം നമുക്ക് ഈ ഫൗണ്ടേഷൻ പ്ലാസ്റ്ററിങ് സമയത്തോ കറക്റ്റ് ആക്ച്വൽ ലെവൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ സൈഡ് വാൾ കെട്ടുന്നത്. ഓക്കെ, നമ്മളത് കണ്ടുകൊണ്ടിരുന്ന അതിൻ്റെ ബാക്ക് സൈഡായിരുന്നു. ഇതാണ് വീട്ടിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് വരുന്നത്. ഫ്രണ്ട് സൈഡ് ഇതാണ്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇത് വെറും 850 സ്ക്വയർ ഫീറ്റ് വീടാണ് ചെയ്യുന്നത്. 850 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, 850 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 14 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. 14 ലക്ഷം രൂപയ്ക്കാണ് വീട് ചെയ്യുന്നത്. ഈ വീട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽ, ബാക്കി വരുന്ന അപ്ഡേറ്റുകൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ആഞ്ഞിലിയാണ് കൊടുക്കുന്നത്. കട്ടളെല്ലാം ആഞ്ഞിലി. ഫ്രണ്ട് പ്ലാവ് വരുന്നത്, ഫ്രണ്ട് ഡോറ് പ്ലാവാണ്. ഫ്രണ്ട് ഡോറെല്ലാം പ്ലാവും ഷട്ടറും പ്ലാവാണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് മീറ്റർ ബോക്സ് വരുന്നത്. ഇത് TV യൂണിറ്റിൻ്റെ ഇപ്പോൾ TV യൂണിറ്റ് കബോർഡ് ടൈപ്പ്, അത് ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി ആ ലെവലിലാണ് ചെയ്തേക്കുന്നത്. ഇത് വരുന്നത് ഹാളാണ് വരുന്നത്. ഹാൾ വരുന്നു. ഇവിടെയാണ് അതിൻ്റെ DB പൊസിഷൻ വരുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് 2 ബെഡ്റൂമാണ്. 2 BHK ആണ് വരുന്നത്. ബെഡ്റൂം സൈസ് വരുന്നത് വെച്ചാൽ 360 330 ബെഡ്റൂം സൈസ് വരുന്നത്. പിന്നെ ഇത് വരുന്ന ബാത്റൂമാണ്. ബാത്റൂം നമ്മൾ സങ്കൺ സ്ലാബ് പോലെയാണ് ചെയ്തേക്കുന്നത്. ബാത്റൂം എല്ലാം ചെയ്തേക്കുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കങ്ങനെ എടുക്കാൻ വേണ്ടി സങ്കൺ സ്ലാബ് മെത്തേഡിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഫ്യൂച്ചറിൽ മുകളിൽ നില കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് സങ്കൺ സ്ലാബ് ചെയ്തേക്കുന്നത്. പിന്നെ ബീം ചെയ്തേക്കുന്നത് കണ്ടോ? ബീമിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കൊണ്ടാൽ അറിയാൻ പറ്റും. ബീം കൊടുത്തിട്ട് സപ്പോർട്ടിങ്, അത് വാളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ബീം ഈ ഹൊറിസോണ്ടലി വരുന്നതുകൊണ്ട് നമ്മൾ, അതായത് ക്രോസ് വാൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഡീഷണലായിട്ട് അങ്ങോട്ട് T ടൈപ്പ് ബീം കൊടുത്താൽ